ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റിയാസ് വണ്ടർലാൻഡ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു പൈനാപ്പിൾ അച്ചാർ റെസിപ്പിയാണ്. പെട്ടെന്ന് തയ്യാറാക്കി അപ്പോൾ തന്നെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു അച്ചാർ റെസിപ്പിയാണിത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോഴാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ അച്ചാർ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ബിരിയാണിയുടെ കൂടെയൊക്കെ ഇത് ഒരു അടിപൊളി കോമ്പിനേഷനാണ്. മധുരമുള്ളത് കൊണ്ട് കുട്ടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു അച്ചാറാണിത്. ഇതിനായി ഒരു വലിയ പൈനാപ്പിളിൻ്റെ പകുതി ഭാഗം ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യമുള്ളത് 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റ്, പച്ചമുളക്, ശർക്കര, കറിവേപ്പില. ഒരു കടായി ചൂടായി വരുമ്പോൾ അതിലോട്ട് 1/4 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നാൽ ഇതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് വഴന്നു വന്നാൽ ഇതിലോട്ട് അരിഞ്ഞു വെച്ച പച്ചമുളക് ചേർത്ത് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ട് അരിഞ്ഞു വെച്ച പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, 1 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1 ടീസ്പൂൺ കായപ്പൊടി ഇവ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കാം. നല്ലതുപോലെ മിക്സായി വന്നാൽ ഇതിലോട്ട് 1 കപ്പ് പുളി പിഴിഞ്ഞെടുത്തത് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സായി തിളച്ചു വരുമ്പോൾ 1/2 കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സായി തിളച്ചു വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ പൈനാപ്പിൾ അച്ചാർ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിനു ശേഷം ഒരു ബോട്ടിലാക്കി വെച്ചാൽ നമുക്ക് ആവശ്യാനുസരണം യൂസ് ചെയ്യാം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ബൈ.